നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഈ വാട്സപ്പിൽ സുക്കർക്കാക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല ഫീച്ചറുകൾ ഇങ്ങനെ കൊണ്ടുത്തരുന്നുണ്ട് കേട്ടോ. പുതിയ പുതിയ അപ്ഡേറ്റുകൾ, പുതിയ പുതിയ ഫീച്ചറുകൾ. ആഴ്ചയിൽ ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ആഴ്ചയിൽ 2 അപ്ഡേറ്റ് എങ്കിലും തരുന്നുണ്ട് എന്തെങ്കിലും ഒരു ഫീച്ചറായിട്ട്. ഇതൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ് വരുന്നതിനനുസരിച്ച് അത് അറിയിച്ചുകൊണ്ടുള്ള വീഡിയോ നമ്മൾ അപ്ഡേറ്റും ചെയ്യലുണ്ട്. നമ്മളെ ചാനലിൽ വാട്സപ്പിൻ്റെ എല്ലാ അപ്ഡേറ്റുകളും എല്ലാ ഫീച്ചറുകളും അപ്ഡേറ്റ് ചെയ്യലുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട 2 പ്രൈവസി അപ്ഡേറ്റുകൾ ആണ് ഈ വീഡിയോ. അതായത് വാട്സപ്പിൽ പുതുതായിട്ട് വന്ന 2 പ്രൈവസി ഫീച്ചറുകൾ. വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടുമെന്ന് കമൻറ്റും ചെയ്യാം. നമുക്ക് വാട്സപ്പ് തുറന്നിട്ട് ഒന്ന് നോക്കാം. വാട്സപ്പ് തുറന്ന് ഇതൊന്നും കാണുന്നില്ലല്ലേ? ഞാനെല്ലാം ആർക്കൈവ് ചെയ്ത് വെച്ചതാ. ഒരു ചാറ്റ് മാത്രം അവിടെ വെച്ചിട്ട്. എന്താ വെച്ചാൽ എൻ്റെ ചാറ്റുകളൊന്നും നിങ്ങൾ കാണണ്ടല്ലോ, അതാടന്നോട്ടെ എന്ന് പ്രൈവസി ആയിട്ട് എനക്കും വേണ്ട ഒരു പ്രൈവസി വെക്കുക. അതല്ലാലും ഇപ്പം പ്രശ്നം. ഒന്നാമത്തെ പ്രൈവസി അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ കോൾ ചെയ്യല്ലോ, വീഡിയോ കോളും ഓഡിയോ കോളും ചെയ്യും. ഈ കോളായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് ഒന്ന് പോകാം. മേലെ 3 കുത്തിലൊരു കുത്തു കൊടുക്കുക, ഇവിടെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് പ്രൈവസി എന്ന ഭാഗത്തേക്ക് പോവുക, ഏറ്റവും താഴേക്ക് പോവുക. താഴെ പോയാൽ ഇവിടെ കാണാൻ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞിട്ട് പുതിയ ഒരു ഓപ്ഷൻ വന്നത്, അതൊന്ന് ഓപ്പൺ ചെയ്യുക. പ്രൊട്ടക്റ്റ് IP അഡ്രസ് ഇൻ കാൾസ്, അതൊന്ന് ഓണാക്കി അവിടെ വെച്ചേക്കുക. ഇത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോളായിട്ട് ബന്ധപ്പെട്ട അഡ്രസ്സ്, കോളായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ഒന്നും ഒരു തേർഡ് പാർട്ടിക്ക് ഒരു രീതിയിലും ആക്സസ് ചെയ്യാൻ ആകില്ലെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അവർ പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. ഏതായാലും അങ്ങനെ അവർ പറഞ്ഞ സ്ഥിതിക്ക് അതൊന്ന് ഓണാക്കി അവിടെ വെച്ചേക്ക്. പിന്നെ ഈ ഫീച്ചറുകളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആദ്യം നിങ്ങൾ ഉപയോഗിക്കുന്നത് ലേറ്റസ്റ്റ് വെർഷൻ വാട്സപ്പ് ആയിരിക്കണം. പ്ലേ സ്റ്റോർ പോവുക, വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അത് രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, നമ്മളൊക്കെ വോയിസ് ക്ലിപ്പ് ഇങ്ങനെ ഇട്ട് കളിക്കും. ഗ്രൂപ്പിലായാലും പേഴ്സണൽ ചാറ്റിലായാലും ഒക്കെ വോയിസ് ഇങ്ങനെ മെസ്സേജ് വിടും. വോയിസ് മെസ്സേജ് ഞെക്കി പിടിക്കും, അങ്ങ് വിടും. ചില ചങ്ങായിമാർക്ക് ഒരു പരിപാടിയിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇട്ട മെസ്സേജ്, ഇപ്പോൾ ഇട്ടൊരു വോയിസ് ക്ലിപ്പ് പോലും പോക്കാണ്ട് സൂക്ഷിച്ചവിടെ വെക്കും. അതവിടെ തന്നെ ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യൂ, എന്തെങ്കിലും ഒരു തട്ട് കേട് വരുന്നേരം അത് തിരിച്ച് മുമ്പ് തന്നെ ഇട്ട് പാരയാക്കും. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അതുകൊണ്ടൊന്നും പറയല്ല. ഇപ്പം വന്ന ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 1 ടൈം സെറ്റ് ചെയ്തിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ സെൻഡ് ചെയ്യുന്നില്ലേ? അതായത് ഒരാൾ ഒരു പ്രാവശ്യം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഓപ്പൺ ചെയ്യാനും ആകില്ല, സ്ക്രീൻഷോട്ട് എടുക്കാനും ഒന്നും ആകാത്ത രീതിയിൽ. അതേപോലെ തന്നെ നമുക്ക് വോയിസും സെൻഡ് ചെയ്യാം. മൈക്കൊന്ന് ഞെക്കി പിടിക്കുക, എന്നിട്ട് മേലേക്ക് ഡ്രാഗ് ചെയ്ത് അവിടെ വെക്കുക. അവിടെ കാണാം ഒരു വട്ടക്കണിൻ്റെ ഉള്ളിൽ 1 എന്ന് എഴുതി, അതിലൊന്ന് ഞെക്കി കൊടുക്കുക. ഇങ്ങനെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നാക്കിയത് ഒറ്റ പ്രാവശ്യമാണ് കേൾക്കാനാവും. ഇങ്ങനെയാണെന്നേരം എന്ത് സംഭവിക്കൂ, കിട്ടുന്ന ആൾ അത് ഒരു പ്രാവശ്യം ഓപ്പൺ ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് സേവും ആകുകയില്ല, രണ്ടാമത് കേൾക്കാനും ആകുകയില്ല, സേവ് ചെയ്യാനും ആകുകയില്ല. അടിപൊളിയല്ലേ? ഇങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട് വെച്ചിട്ട് ഒരു പ്രാവശ്യമല്ല കേൾക്കും, സൂക്ഷിച്ച് വെക്കലാലോ എന്നൊന്നും വിചാരിച്ചിട്ട് തെറിയൊന്നും പറഞ്ഞേക്കല്ലേ ആൾക്കാരെ കയറി, പ്രത്യേകിച്ച് എന്നാ. അത് നല്ലൊരു ഫീച്ചർ അല്ലേ? അപ്പം 1 ടൈം സെറ്റ് ചെയ്ത് നമുക്ക് പ്രൈവസിയിൽ വോയിസ് മെസ്സേജ് അയക്കാനുള്ള ഈ ഫീച്ചർ. ഈ 2 ഫീച്ചറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുത്തേക്കട്ടോ. അപ്പോൾ നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.